പത്തനംതിട്ട അടൂർ ഗവൺമെൻറ് LP സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് രണ്ട് പേരെ പരിചയപ്പെടാം. പേരെന്താ സർ? മാത്യു നൈനാൻ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, 82 വയസ്സുണ്ട്. ജീവിതത്തിൽ ആദ്യമായി ഇന്ന് വോട്ട് ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പത്നിയും കൂടെയുണ്ട്. എന്താണ് പേര്? ലീല മാത്യു. 81 വയസ്സുണ്ട്. ഇരുവരും ജീവിതത്തിൽ ആദ്യം വോട്ട് ചെയ്യാൻ എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സർ, 82ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് പോളിംഗ് രേഖപ്പെടുത്താൻ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ഇത്രയും നാളായിട്ടും വോട്ട് ചെയ്തില്ല എന്നൊരു ചോദ്യം പ്രേക്ഷകർക്ക് തോന്നും. എന്തുകൊണ്ടാണ്? വർഷത്തിന് മുമ്പ് ഞാൻ നാട് വിട്ടതാണ്. അതിനുശേഷം ഇപ്പോഴാണ് നാട്ടിൽ വരുന്നത്. ഇടയ്ക്ക് വരാറുണ്ട്, പക്ഷേ വോട്ടിന് ഉള്ള അവസരങ്ങൾ കിട്ടിയിട്ടില്ല. ഇത് വോട്ടർ ID കാർഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം കോവിഡിന് ശേഷം ആദ്യമായിട്ട് ഞങ്ങൾ നാട്ടിൽ വന്ന് സെറ്റിലായി. അതിന് ശേഷമാണ് വോട്ടർ ID ഞങ്ങളെ സെറ്റിലാക്കിയത്. ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. ഈ വിദേശത്തൊക്കെ ആയിരുന്നപ്പോൾ നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ സ്വാഭാവികമായിട്ട് അറിയുമല്ലോ. അപ്പോൾ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലേ? ഉണ്ട്, പക്ഷേ വരാൻ സാധിച്ചിട്ടില്ല. അതാണ് കാര്യം. വോട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇന്ത്യൻ പൗരത്വം കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ല. ഇപ്പോഴാണ് അതിനുള്ള അവസരം ജീവിതത്തിൽ കിട്ടിയത്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ വോട്ട് ചെയ്യാൻ വരുമ്പോൾ മനസ്സിലെന്താ തോന്നുന്നത്? സന്തോഷമാണ് തോന്നിയത്. അതെ അതെ, സന്തോഷം. 7 മണിക്ക് പോളിംഗ് തുടങ്ങിയുള്ളൂ. നിങ്ങൾ നേരത്തെ തന്നെ എത്തി. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ അടുത്തൊക്കെ സംസാരിച്ചിരുന്നു? ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന പാർട്ടികളാണ്. ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അത് അറിയാൻ വയ്യ. എങ്ങനെയുണ്ട് ഒരു ട്രെൻഡൊക്കെ എങ്ങനെയാണ്? നമ്മുടെ ഭാരതത്തിൻ്റെ നല്ലൊരു അവകാശം നമ്മളുണ്ട്. നല്ലൊരു ഭരണം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിനുള്ള നമ്മുടെ വോട്ട് രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. വിദേശത്തൊക്കെ ആയിരുന്നപ്പോൾ നാട്ടിലെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം അറിയാമെങ്കിലും ഇവിടുത്തെ ഒരു പൾസൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. പക്ഷേ ഇക്കുറി നേരിട്ട് തന്നെ ഇതൊക്കെ കാണാൻ പറ്റി. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ, സ്ഥാനാർത്ഥികളുടെ വോട്ട് അഭ്യർത്ഥന, ആരെങ്കിലുമൊക്കെ വോട്ട് ചോദിച്ചു വന്നിരുന്നു? സത്യം പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ രീതി പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് പൊളിറ്റിക്സ് ആണ്. ആത്മാർത്ഥതയുള്ള ഒരു പൊളിറ്റീഷ്യൻ ഇന്നിവിടെ ഇല്ല. അങ്ങനെയാണ് ഒരു വിലയിരുത്തൽ. അങ്ങനെയാണ് എൻ്റെ കണക്കൂട്ടൽ, എൻ്റെ ധാരണ. അതായത് ആത്മാർത്ഥതയോട് ജനസേവനം ചെയ്യുന്ന ആൾക്കാരുണ്ടായെങ്കിൽ നമ്മുടെ ഭാരതം ഇങ്ങനെ ആയിരിക്കില്ല, നമ്മുടെ കേരളം ഇങ്ങനെ ആയിരിക്കില്ല ഇരുന്നു. അതുകൊണ്ട് ഇന്ന് നല്ല ആൾക്കാരെ തിരഞ്ഞെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതെ, ജനങ്ങളെ സേവിക്കാൻ ആഗ്രഹമുള്ളവരും മനസ്സുള്ളവരും സന്മനസ്സുള്ളവരുമായ സന്നദ്ധമുള്ളവർ അവരായിരിക്കണം നമ്മുടെ സ്ഥാനാർത്ഥികളായിരിക്കേണ്ടത്. ജനങ്ങളെ സേവിക്കാൻ താല്പര്യമുള്ളവരും ഒപ്പം നല്ല മനസ്സുള്ളവരുമായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത് എന്നാണ് ഈ ദമ്പതികൾ അഭിപ്രായപ്പെടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.